പാവം പിടിച്ച കർഷകരല്ലേ ഞങ്ങള്, നെൽകൃഷി ചെയ്യുന്നവരല്ലേ, നാണയില്ലടൂ. താനൊക്കെ ഉച്ചയ്ക്ക് ഒന്നുമില്ലടൂ. ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണോ? ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാ? ഈ ഇരിക്കുന്ന ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടാണോ? നീയൊക്കെ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോയി ഓരോ ഹോട്ടലിലും നിന്റെ വീട്ടിലും പോയി ഇരിക്കുമ്പോൾ ഞങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് നീയൊക്കെ അവിടെ ഉരുള ഉരുട്ടുന്നത്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറഞ്ഞാൽ കർഷകനോട് ഏറ്റവും കൂടുതൽ കൂറ് കാണിക്കുന്നതാണ്. അന്ന് കർഷകന്റെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരുമ്പോഴാണ്. ഞങ്ങൾ മടുത്ത് ഈ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. പാലക്കാടും വയനാട്ടിലും കുട്ടനാട്ടിലും മറ്റുള്ള അപ്പർ കുട്ടനാടൻ മേഖലകളിൽ എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് നിങ്ങൾ എണ്ണമെടുക്കും. സിവിൽ സ്കോർ എന്ന് പറഞ്ഞ ഒരു വലിയ ദുരന്തം ഞങ്ങളുടെ മുന്നിൽ കാഴ്ചവെച്ചിരിക്കുകയാണ്. ഒരു കൃഷി വകുപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ കീഴിൽ ഒരു വർഷം ഏതാണ്ട് 4000 കോടി രൂപയാണ് ചെലവ് വരുന്നത് പല പല രീതികളിൽ. എന്താ ഇതൊക്കെ മേടിച്ചിട്ട് നിങ്ങൾക്കൊരു 2 മാസം 3 മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ 2017 തൊട്ടുള്ള കണക്ക് കൊടുത്തിട്ടില്ലെന്നാണ് ഞങ്ങളുടെ വിവരം. നിങ്ങൾ കൊടുക്കൂ, കാശ് മേടിക്കൂ, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കും. 50 വയസ്സിൽ താഴെയുള്ള എത്ര കൃഷിക്കാരുണ്ട് ഈ കേരളത്തിൽ? കൃഷി തൊഴിലാളികളില്ല.